السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കല്യാണത്തെ പറ്റിയാണ്. ഈ വിഷയത്തിലുള്ള ഇന്നത്തെ അവസാനത്തെ ക്ലാസ് ആണ്. നമുക്ക് ഇതിനെപ്പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ മാസങ്ങളോളം പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട്. എല്ലാവരുടെ അടുത്തും എൻ്റെ ക്ലാസ് വീക്ഷിക്കുന്ന കേൾക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി എൻ്റെ ദീർഘായുസിനും ആഫിയത്തിനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കൾ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും നല്ല സ്ത്രീയെ പറ്റി പറഞ്ഞിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖൈറു നിസാഇകും മൻ ഇദാ നദറ ഇലൈഹാ സൗജുഹാ സർറതുഹു വഇദാ അമറഹാ താഅതുഹു വഇദാ ഗാബ അൻഹാ ഹഫിളതുഹു ഫീ നഫ്സിഹാ വമാലിഹി. ഏറ്റവും ഉത്തമയായ സ്ത്രീ അവളുടെ ഭർത്താവിലേക്ക് അവളൊന്ന് നോക്കിയാൽ അവൻ ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയുന്നു. അതാണ് ഏറ്റവും നല്ല സ്ത്രീ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഭർത്താവ് എന്തൊക്കെ അവളുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നോ കൽപ്പിക്കുന്നോ അതൊക്കെ അവൾ അപ്പടി അനുസരിക്കുന്നു. അവൻ എന്തെങ്കിലും കാരണവശാല് പുറത്തു പോയി ദൂര സ്ഥലത്ത് പോയി ഗൾഫിൽ പോയി എന്നാൽ അവളുടെ സ്വന്തം ശരീരത്തെ അവൾ നന്നായി സൂക്ഷിക്കണം. അന്യ പുരുഷന്മാരുമായി യാതൊരു നിലക്കുള്ള ഇടപഴകലും ഇല്ലാതെ സൂക്ഷിക്കണം. അവന്റെ സമ്പത്തിലും അവൾ നല്ല ശ്രദ്ധ പുലർത്തണം. അതിനൊരിക്കലും ദൂർത്തടിക്കരുത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. എന്റെ വിഷയം ഈ ഭർത്താവിനെ കാണുമ്പോഴേക്കുള്ള അവളുടെ മുഖം, ആ പുഞ്ചിരിയുള്ള പ്രസന്നതയുള്ള മുഖം, അതാണ്. എന്നാലേ അവനിക്ക് പിന്നെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല, മാനസിക ശാരീരികമായ രോഗങ്ങൾ അവനിക്കൊരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ അവരുടെ ജീവിതം വളരെ നന്നായിരിക്കും. അവർക്ക് രോഗങ്ങളില്ല, വിഷമങ്ങളില്ല, വിഷാദങ്ങളില്ല, ഉത്കണ്ഠകളില്ല, ദുരിതങ്ങളില്ല. അവരുടെ ജീവിതം വളരെ സന്തോഷകരമായ ജീവിതമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ നടന്നാൽ പിന്നെ നമുക്ക് ഒരു നിലക്കും വിഷമിക്കേണ്ട ഒരു ആവശ്യവും തന്നെ ഇല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുഞ്ചിരിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹാരിസ് ഇബ്നു ജസാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കൂടുതൽ പുഞ്ചിരിയുള്ള ഒരു വ്യക്തിത്വത്തെ കണ്ടിട്ടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ കൂട്ടുകാരനോട് നീ ചെയ്യുന്ന സദഖയാണ് പുഞ്ചിരി എന്നുള്ളത്. അപ്പോ പുഞ്ചിരി പരസ്പരം വളരെ നല്ലതാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം പുഞ്ചിരിക്കാൻ പാടില്ല. അല്ലാത്ത നിലക്ക് എപ്പോഴും പുഞ്ചിരിയാണ് വേണ്ടത്. അത് നമ്മുടെ മനസ്സിനെ തുറക്കും. നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒരു പുഞ്ചിരി കണ്ടാൽ നമ്മുടെ മനസ്സിന്റെ അകത്ത് സന്തോഷം കൊണ്ട് നിറയും. അത് ആണ് വേണ്ടത് ഈ രോഗങ്ങളെ, മാനസിക ശാരീരികമായ രോഗങ്ങളെ അകറ്റാൻ. ഇന്ന് ശാസ്ത്രം പറയുന്നത് പുഞ്ചിരി ഉണ്ടായാൽ എന്തൊക്കെ അതുകൊണ്ട് നേട്ടമുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതായത് ഒന്ന് പറയുന്നത് അവന് ഉത്കണ്ഠകൾ, ആൻസൈറ്റികൾ അവനക്ക് പിന്നെ ഉണ്ടാവുകയില്ല. ഭയങ്കരമായ ബേജാറുകൾ പുഞ്ചിരി ഉണ്ടായാൽ ഉണ്ടാവുകയില്ല. ഇവനും ഉണ്ടാവുകയില്ല, കണ്ടവർക്കും പിന്നെ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ ഈ പുഞ്ചിരിയുള്ളവർക്ക് അവരുടെ BP പിന്നെ കുറവായിരിക്കും. കൂടുതൽ ഉണ്ടെങ്കിൽ അത് കുറയും എന്നാണ് അർത്ഥം. അതുമൂലം അവനിക്ക് യാതൊരു നിലക്കുള്ള രോഗങ്ങളും, ഹാർട്ടിന്റെ രോഗങ്ങളോ സ്ട്രോക്കുകളോ ഒന്നും ഉണ്ടാവുകയില്ല. പിരിമുറുക്കങ്ങളൊന്നും ഈ പുഞ്ചിരിയുള്ളവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അത് ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഭർത്താവ് ഭാര്യയുടെ അടുത്തും നിർബന്ധമായും
ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പുഞ്ചിരി എന്നുള്ളത്. അപ്പോ പിന്നെ ഹാർട്ടിന്റെ രോഗങ്ങളോ ഷുഗറോ പ്രമേഹത്തിന്റെ രോഗങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. നല്ല ബന്ധങ്ങളായിരിക്കും പരസ്പരം. ഇതൊക്കെ ശാസ്ത്രം പറയുന്നതാണ്. ഇങ്ങനെ പുഞ്ചിരി പരസ്പരം ഉണ്ടായാൽ ഭാര്യ ഭർത്താക്കൾക്കും അതുപോലെ തന്നെ ഈ പുഞ്ചിരിയുള്ള ആരൊക്കെയുണ്ട് അവർക്കൊക്കെ വളരെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തിനും ആരോഗ്യത്തിനും അത് വളരെ നല്ലതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ അത് കൂട്ടും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതേപോലെ തന്നെ രോഗങ്ങളെ തടുക്കാൻ, പിരിമുറുക്കങ്ങളെ തടുക്കാൻ അതിന് കഴിയും. വേദനകളെ അത് ഇല്ലാണ്ടാക്കും. വേദനകൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നീണ്ട ജീവിതവും നമുക്കുണ്ടാകും, ആയുസ് നീളും. 2010 നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് സ്മൈലിംഗ്, പുഞ്ചിരിയുണ്ടായാൽ അവന്റെ ആയുസ് കൂടും, നീളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കല്യാണത്തിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ, ശാരീരിക മാനസികമായ നേട്ടങ്ങളുണ്ട്. ഒരിക്കലും കോട്ടങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലും പറഞ്ഞതുപോലെ നടക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.